നിങ്ങൾ സ്വന്തമായി ബിസിനസ് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിച്ച് സെറ്റിൽഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ? നിങ്ങൾക്ക് വേണ്ടി സർക്കാർ നിരവധി സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാതെ പോയ ഒരാളാണോ? ആ പദ്ധതികൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് അറിയാതിരിക്കുന്ന ഒരാളാണോ? എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ജൻ സമൃദ്ധ് പദ്ധതിയെ കുറിച്ചാണ്. എന്താണെന്നല്ലേ, നിങ്ങൾക്കിപ്പോൾ ഒരു ലോൺ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കീമിന്റെ പൈസ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നിരവധി ബാങ്കുകളിൽ കയറി ഇറങ്ങുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നു. ചിലപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരാതെ നമുക്ക് ആ ഒരു ലോൺ, നമുക്ക് കിട്ടേണ്ട പൈസ കിട്ടാതെ പോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാനാണ് ഈ ഒരു സ്കീം. അതായത് ഗവൺമെന്റിന്റെ നിരവധി ലോണുകൾ, പല പല സ്കീമുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പോർട്ടൽ. ആ പോർട്ടലിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പദ്ധതിയിലാണ് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ പദ്ധതിയിലൂടെയാണ് നിങ്ങൾക്ക് പൈസ ലഭിക്കുന്നത് എന്നതെല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ ഒരു പോർട്ടലിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതൊക്കെ പദ്ധതിയിലാണ് എലിജിബിൾ ആയിട്ടുള്ള ഒരാളായി മാറുന്നത്, അതെല്ലാമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളൊരു ഫാർമർ ആണെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്, നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നതിനായി, നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ പൈസ, അങ്ങനെ എല്ലാം നൽകി സപ്പോർട്ട് ചെയ്യുന്ന നിരവധി സ്കീമുകളാണ് ഈ ഒരു പോർട്ടലിലുള്ളത്. അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്കിനി നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ജൻ സമൃദ്ധി എന്ന് നോക്കാം. ജൻ സമൃദ്ധി എന്ന് പറയുന്നത് ഒരു വൺ സ്റ്റെപ്പ് പോർട്ടലാണ്. ആവശ്യക്കാർക്ക് ഒരു പോർട്ടലിലൂടെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ലോണോ എന്തെങ്കിലും സ്കീംസോ ആവശ്യമുണ്ടെങ്കിൽ ഒരു പോർട്ടലിലൂടെ നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റ് ഒരു പോർട്ടലാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു പോർട്ടൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ആണ് എഡ്യൂക്കേഷൻ, ലൈവ്ലിഹുഡ്, എന്റർപ്രണർഷിപ്പ് ആൻഡ് അഗ്രികൾച്ചർ. ഈ ഒരു 4 മേഖലയിലാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു പോർട്ടലിലൂടെ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ജൻ സമൃദ്ധി സ്കീം, ഈ ഒരു പോർട്ടൽ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ jansamruddhi.in എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പോർട്ടൽ ഓപ്പൺ ആയി വരും. അതിൽ തന്നെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നാഷണൽ പോർട്ടൽ ഫോർ ക്രെഡിറ്റ് ലിങ്ക്ഡ് ഗവൺമെന്റ് സ്കീംസ്. ഗവൺമെന്റ് സ്കീംസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു പേജാണ് ഫസ്റ്റ് തന്നെ ഹോം പേജ് ആയിട്ട് നമുക്ക് മുന്നിൽ വരുന്നത്. അതിൽ തന്നെ 15 സ്കീംസ്, 7 ലോൺ കാറ്റഗറീസ്, 200-ലധികം ലെൻഡേഴ്സ് ഓൺ പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണിത്. ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കിനി നോക്കാം. നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ സ്കീംസ് ആണ് ഉള്ളതെന്ന്. അഗ്രി ലോൺ, കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി, അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ലോൺ, ബിസിനസ് ആക്ടിവിറ്റി ലോൺ, അങ്ങനെ കുറേ ലോൺസും അതിന്റെ കാറ്റഗറീസും ഉണ്ട്. അതിലൊക്കെ എലിജിബിലിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഓപ്ഷനും കൂടെ കാണാൻ സാധിക്കും. അതിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനും സാധിക്കും. ഇങ്ങനെയാണ് ഈ ഒരു പോർട്ടൽ നമ്മൾ തുറക്കേണ്ടത്. ഈ ഒരു പോർട്ടൽ തുറന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് ലോണാണ് ആവശ്യം, നിങ്ങൾക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണാണ് ആവശ്യമെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ, ആ ഒരു ഭാഗത്ത് പോയി പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ഒരു ലോണാണ് ആവശ്യമെങ്കിൽ ആ ഒരു ഭാഗത്ത് പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാം റിലേറ്റഡ് എന്തെങ്കിലുമാണ് ലോൺ ആവശ്യമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു പേജ് ഓപ്പൺ ആയി വരികയും അവിടെ നിങ്ങൾ എലിജിബിലിറ്റി ചെക്ക് കൊടുക്കണം. അവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇൻകം, നിങ്ങൾക്ക് എത്ര വരുമാനമാണുള്ളത്, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അത് ആവശ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്കീമിനെ ബേസ് ചെയ്ത് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കും, അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ പോർട്ടൽ ഓപ്പൺ ആക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ സ്കീമും ചൂസ് ചെയ്യുകയും ചെയ്തതിനു ശേഷം അതിലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ പിന്നെ നിങ്ങൾക്ക് വീണ്ടും ട്രാക്ക് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പോർട്ടലിൽ കയറി നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിനി ജൻ സമൃദ്ധി യോജനയുടെ കീ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു പോർട്ടൽ, ഈ ജൻ സമൃദ്ധി എന്ന് പറയുന്ന ഈ ഒരു പോർട്ടൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പേഴ്സണലൈസ്ഡ് സ്കീംസ്. അതായത് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ഇതിനുള്ളിൽ നിന്ന് ചൂസ് ചെയ്യാം. ഇതിൽ പല ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. അതായത് ബിസിനസ് റിലേറ്റഡ്, ഫാമിംഗ് റിലേറ്റഡ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ്, പലതരത്തിലുള്ള സ്കീംസ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഉള്ള ആ ലോൺസ് കാര്യങ്ങൾക്ക് നിങ്ങൾ ചൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് ആ ഒരു പോർട്ടൽ, ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഫിൽ ചെയ്ത് നിങ്ങളുടെ ആവശ്യം നേടാവുന്നതാണ്. അതുപോലെ ഓരോരുത്തർക്കും എന്താണോ ആവശ്യം അത് നമുക്ക് ഈ ഒരു പോർട്ടലിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ രണ്ടാമതായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിംഗിൾ വിൻഡോ ആക്സസ്. എല്ലാവർക്കും ഒരു കുടക്കീഴിൽ നിന്ന് നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാം. സാധാരണ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ലോൺ ആവശ്യമുണ്ടെങ്കിൽ പല പല ആളുകളെ കാണണം. അതുപോലെ തന്നെ ഒത്തിരി പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ അതിന്റെ ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ ചിലപ്പോൾ നമുക്ക് ലോൺ നേടാനാവാതെ ആവുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ലോൺ ഉണ്ടെന്ന കാര്യം പോലും നമ്മൾ അറിയാതെ പോകുന്നു.
അതിനുവേണ്ടിയാണ് ഈ ഒരു പോർട്ടൽ. ഈ ഒരു പോർട്ടലിൽ കയറിയാൽ നിങ്ങൾക്ക് എന്ത് സ്കീമാണ് നേടാൻ സാധിക്കുന്നത്, നിങ്ങൾ ഏതിനാണ് എലിജിബിൾ ആയിട്ടുള്ള ഒരാൾ എന്നതെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സെർച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സർക്കാരിന്റെ എന്തൊക്കെ സ്കീംസ് ആണുള്ളത്, ചിലപ്പോൾ നമ്മൾ അറിയാത്ത ഒത്തിരി സ്കീംസ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത്തരത്തിലുള്ള സ്കീംസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നേട്ടം നേടാനുമാകും. അതാണ് ഈ ഒരു പോർട്ടലിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. പിന്നെ മൂന്നാമതായി എടുത്തു പറയേണ്ട കാര്യമാണ് ഈസ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് ബേസിക് നോളജ് ഉള്ള എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്ന ഒരു പോർട്ടലാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു പോർട്ടൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്കും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻസ് ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ നാലാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സെക്യൂർ ആൻഡ് റിലയബിൾ. ഇതൊരു ഗവൺമെന്റ് ബാക്ക്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂർ ആയിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത് മിസ്യൂസ് ചെയ്യപ്പെടുമെന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഇതൊരു സർക്കാർ അധിഷ്ഠിത പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ ഈ ഒരു പോർട്ടലിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് നേടാൻ സാധിക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോർട്ടൽ എടുത്ത് ഇതൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ ആൾക്കാരും കൂടുതൽ യുവാക്കളും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബിസിനസ് ആണ്. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു പോർട്ടലിൽ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു പേജിൽ നിന്ന് ബിസിനസ് ആക്ടിവിറ്റി ലോൺസിന്റെ സെക്ഷൻ എടുക്കുകയാണ്. അവിടെ 6 സ്കീംസ് അവൈലബിൾ ആണ്. അത് തന്നെ ബിസിനസിനുള്ളിൽ തന്നെ എക്സ്ട്രാ സ്കീംസ് വരുന്നുണ്ട്. അതായത് ബിസിനസിനുള്ളിൽ തന്നെ 6 എക്സ്ട്രാ സ്കീംസ് വേറെ വരുന്നുണ്ട്. അതിൽ താഴെ ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്ലേസ് കാണാം. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ അവിടെ ചെക്ക് എലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു പുതിയ പേജ് തുറന്നു വന്നിട്ടുണ്ട്. അവിടെ അവർ ചോദിക്കുന്നത് സെലക്ട് എ സ്യൂട്ടബിൾ ഓപ്ഷൻ വിച്ച് ഹെൽപ്സ് us ടു ഗൈഡ് ബെറ്റർ സ്കീംസ് ഫോർ യു. അതായത് അതിനുള്ളിൽ തന്നെ കുറെ കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ലോൺ ഫോർ ഹാൻഡ്ലൂം വേവർ, ലോൺ ഫോർ മാനുവൽ സ്കാവഞ്ചർ, ലോൺ ഫോർ സ്ട്രീറ്റ് വെണ്ടർ, അതർ ബിസിനസ് ലോൺ. ഇവിടെ ഇപ്പോൾ 4 കാറ്റഗറീസ് ആയിട്ടാണ് ഈ ഒരു സെക്ഷനെ തിരിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹാൻഡ്ലൂം വേവർ അങ്ങനെ റിലേറ്റഡ് ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്ട്രീറ്റ് വെണ്ടർ, ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ് ഫുഡ് ട്രക്ക് അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു സെക്ഷൻ. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ആണ്, വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതർ ബിസിനസ് ലോൺ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് അതർ ബിസിനസ് ലോൺ ആണ്. ആ ഒരു പേജിന് ശേഷം ഞാനിപ്പോൾ അതർ ബിസിനസ് കൊടുത്തപ്പോൾ പുതിയൊരു പേജ് തുറന്നു വന്നിട്ടുണ്ട്. അതിൽ അവർ ചോദിക്കുന്നത് സെലക്ട് ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് യു ആർ ഡൂയിങ് ഓർ പ്രപ്പോസ്ഡ് ടു ഡു. അതിൽ തന്നെ ന്യൂവും ഉണ്ട് എക്സിസ്റ്റിംഗും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണോ അതോ നിങ്ങൾക്കുള്ള ബിസിനസ് കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്യാനാണോ നിങ്ങൾ ഈ ഒരു സ്കീമിനായി അപേക്ഷിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ന്യൂ എന്നാണ് കൊടുക്കുന്നത്. പിന്നെ അവർ ചോദിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹാവ് യു പാസ്ഡ് ക്ലാസ് 8. 8ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിലിപ്പോൾ 10ാം ക്ലാസ് വരെ പഠിക്കാത്ത ആരും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ അതിൽ എസ് എന്ന് കൊടുക്കുക. മൂന്നാമതായി അവർ ചോദിക്കുന്ന ചോദ്യമാണ് ഹാവ് യു അണ്ടർഗോൺ EDP ട്രെയിനിങ്. അതായത് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി നിങ്ങൾ ഈ ഒരു ട്രെയിനിങ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കും ഇതിനായിട്ട് അപേക്ഷിക്കുന്നത്. ഞാനിപ്പോൾ ഇതിനായി അപേക്ഷിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എസ് എന്ന് നമുക്ക് കൊടുക്കാം. പിന്നെ അവർ അടുത്തതായി ചോദിക്കുന്ന ചോദ്യമാണ് സെലക്ട് നേച്ചർ ഓഫ് യുവർ ബിസിനസ്, മാനുഫാക്ചറിങ്, ബിസിനസ് ഓർ സർവീസ്, ട്രേഡിംഗ്. അപ്പോൾ അതിൽ നമുക്ക് ബിസിനസ് ഓർ സർവീസ് എന്ന് കൊടുക്കാം. ഇത് ഡിപ്പെൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെ കൊടുക്കാം. നിങ്ങൾ ഏത് ബിസിനസ് ആണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ബേസിക് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് എല്ലാം അറിയാവുന്ന ഒരാൾ അതുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സാധാരണക്കാർക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരും ഈ ഒരു പദ്ധതികൾ ലഭിക്കാതെ പോകരുത്. എല്ലാവർക്കും ഇത് ലഭിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം സെലക്ട് യുവർ ജെൻഡർ എന്ന് പറയുന്ന ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഫീമെയിൽ, നിങ്ങൾ മെയിൽ ആണെങ്കിൽ മെയിൽ, അതർ ആണെങ്കിൽ എന്താണോ അത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് യുവർ സോഷ്യൽ കാറ്റഗറി, നിങ്ങൾ ഏത് ജനറൽ ആണോ OBC ആണോ അങ്ങനെ എന്താണോ അത് കൊടുക്കുക. അതിനുശേഷം ആർ യു എക്സ് സർവീസ് മാൻ ഓർ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം സെലക്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ, ബെനിഫിഷ്യറി, എൻ്റർ എസ്റ്റിമേറ്റ് പ്രോജക്റ്റ് കോസ്റ്റ്, അതുപോലെ തന്നെ എൻ്റർ ദ എമൗണ്ട്, എത്ര രൂപയാണ് നിങ്ങൾ ഈ ഒരു സ്കീമിലൂടെ നിങ്ങൾക്ക് ആവശ്യം, അങ്ങനെ എല്ലാം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ കൊടുത്തതിന് ശേഷം അവർ കുറച്ച് ഡോക്യുമെന്റ്സ് ചോദിക്കും, അതും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ബേസിക് ആയിട്ട് ഈ ഒരു പോർട്ടലിലൂടെ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇവർ ഫോം, അതായത് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ഈ ഒരു പോർട്ടലിലൂടെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ജൻ സമൃദ്ധി യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു പോർട്ടലിലൂടെ, ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയിലെ എല്ലാവർക്കും അവർ എലിജിബിൾ ആയിട്ടുള്ള ആ ഒരു സ്കീം, അത് അല്ലെങ്കിൽ അവർ എലിജിബിൾ ആയിട്ടുള്ള ഒരു ലോൺ ലഭിച്ച്
ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാൻ പൈസ ഇല്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് ഇന്റർനാഷണലി ഒരു നല്ല മാസ്റ്റേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ സെറ്റിൽഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ എഡ്യൂക്കേഷൻ ലോൺ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലൂടെ നേടാൻ സാധിക്കും. നിങ്ങളൊരു കർഷകനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിംഗ്, നിങ്ങളുടെ കൃഷി കൂടുതൽ വിപുലമാക്കാനുള്ള പൈസ നിങ്ങൾക്ക് ലോൺ മുഖേന ഈ ഒരു പദ്ധതി, ഈ ഒരു പോർട്ടലിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സാധാരണക്കാർക്കും എല്ലാം ചെയ്യാൻ കഴിയണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പോർട്ടൽ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോം എങ്ങനെ ഫിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഫിൽ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു പോർട്ടലിനെ കുറിച്ച് എങ്ങനെയാണ് തുറക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ഇത് നേടാൻ സാധിക്കുന്നത്, എങ്ങനെ എല്ലാം ആദ്യം പറഞ്ഞ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നു. മുന്നേ ചെയ്ത വീഡിയോയിൽ കുറെ പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഗവൺമെന്റ് സ്കീംസ് എങ്ങനെയാണ് നേടാൻ സാധിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക, ഞാൻ അതിന് ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസും ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മണി റിലേറ്റഡ്, ഫാമിംഗ് റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് കോഴ്സ് വീഡിയോസും ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.